ഹായ് ഫ്രണ്ട്സ്, രാജ് കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മെഴ്സിഡീസ് ബെൻസിൻ്റെ 3 തരം വാഹനങ്ങളാണ്. അതിലൊന്ന് ഇ ക്ലാസ് ആണ് വരുന്നത്, C220, ഇതും C220, ഇത് E250 ആണ്. അങ്ങനെ 3 ഹൈ ക്വാളിറ്റിയിൽ വരുന്ന വാഹനങ്ങളാണ്. പക്ഷേ പ്രൈസിൽ നല്ല ഒരു ഓഫർ പ്രൈസിൽ കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറിയ കിലോമീറ്ററിൻ്റെ ഡിഫറൻസിനനുസരിച്ച് പ്രൈസിലും ഡിഫറൻസ് വരും. അപ്പോൾ ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ 2015 മോഡൽ വാഹനമാണ്. ഇത് E250 എന്ന് പറയും, ഇ ക്ലാസ് ആണ്. ഇത് C220 2015 ആണ്, സിംഗിൾ ഓണർഷിപ്പിൽ വാഹനം. ഇതും C220 ആണ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് ഒരുപാട് വിശദമായിട്ട് പറയാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട്, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ കുറച്ചായിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വേണ്ടവർ കൂടുതലായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വിശദമായിട്ടുള്ള ചെറിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് E250, മെഴ്സിഡീസ് ബെൻസിൻ്റെ E250 വാഹനമാണ്. ഇത് 2013 എൻഡ് മുതലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. 2017-18 ഫസ്റ്റ് വരെയാണ് ഈ ഒരു വാഹനം കമ്പനി നടന്നിട്ടുള്ളത്. ഒരുപാട് എണ്ണം വിറ്റഴിച്ച വാഹനത്തിൽപ്പെട്ട ഒരു വാഹനമാണ് മെഴ്സിഡീസിൻ്റെ E250 എന്ന് പറയുന്ന വാഹനം. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ബമ്പറിൽ ജസ്റ്റ് ടച്ചപ്പ് ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിൻറ്റ് കാര്യങ്ങൾ. പനോരമിക് റൂഫ് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് സിസ്റ്റം അവൻഗാർഡാണ് കേട്ടോ, ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. ഇതിൽ തന്നെ 2015 ലാസ്റ്റ് ഇറങ്ങിയ മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 2015 ഫസ്റ്റിൽ ജനുവരി ഫെബ്രുവരിയിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം, ഒരു ഒക്ടോബർ നവംബറിൽ മാനുഫാക്ചർ ചെയ്ത വാഹനം തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് കൂടുതൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിൽ കമ്പനി മെഴ്സിഡീസ് ബെൻസ് കൊണ്ടുവന്ന ഒറിജിനൽ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ സ്ക്രീൻ, ഡാഷിൽ വരുന്ന സ്ക്രീനിൽ നമുക്ക് ഇത് വീഡിയോ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ച് വലിയ സ്ക്രീനാണ് ഇതിൽ കൊണ്ടുവന്നുള്ളത്. 2015 ആകുമ്പോൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് വേണം ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ല, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം, നോ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ലാത്ത വാഹനം, വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് പ്യുവർ ജെനുവിൻ 0 to 65,000 വരെ മെഴ്സിഡീസ് ബെൻസിന് മാത്രം സർവീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഇത് നമ്മൾ കാലിക്കറ്റിൽ നിന്ന് മെഴ്സിഡീസിന് സർവീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 15,000 കിലോമീറ്റർ വരെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. സസ്പെൻഷൻ, ബ്രേക്ക് പാഡ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില NOCയിൽ 14,90,000 ആണ് നമ്മൾ NOCയിൽ പ്രതീക്ഷിക്കുന്ന വില. അതിൻ്റെ ക്വാളിറ്റി, കിലോമീറ്റർ, റീപ്ലേസ്മെൻ്റ് ഇല്ല, ഇതൊക്കെ ഘടകങ്ങളാക്കിയിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് എടുക്കുമ്പോഴും അതിൽ പ്രൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇത് സെയിം മോഡൽ തന്നെ നമ്മളത് ഡബിൾ സൺറൂഫാണ്. സിംഗിൾ സൺറൂഫുള്ള വാഹനം 11,90 നമ്മൾ കയ്യിലുണ്ട്. നമ്മൾ വേറെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. പക്ഷേ ഇത് പനോരമിക്കാണ്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ലോ കിലോമീറ്റർ ആണ്, അതൊക്കെ അനുസരിച്ച് പ്രൈസിലും വ്യത്യാസം വരും. ഇനി എടുത്തിട്ട് ഒരു 15,000 കിലോമീറ്റർ ഒന്നും സർവീസിൻ്റെ ആവശ്യം കൂടില്ല, ഫുൾ മെഴ്സിഡീസിനാണ്. അപ്പോൾ നമുക്കിത് 14,90 ലാസ്റ്റ് പ്രൈസിൽ നമുക്ക് NOCയിൽ കൊടുക്കാം. കേരളത്തിലേക്ക് മാറ്റാൻ ഏകദേശം ഒരു 4 ലക്ഷം 3.5 ലക്ഷം വരെ നമ്മൾ പ്രൈസ് ഏകദേശം കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമ്മൾ അടുത്ത് വരുന്ന നമുക്ക് C220 2015 വാഹനമാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ C220 എന്ന് പറഞ്ഞ വാഹനമാണ് ഇത് നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 2014 എൻഡിൽ ഇറങ്ങിയൊരു ഷേപ്പ് വാഹനമാണ്. ഇതിൻ്റെ മുന്നത്തെ ഷേപ്പ് നമ്മൾ പല വീഡിയോകളും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര അട്രാക്ഷനും ന്യൂ ജനറേഷനെല്ലാം പറ്റുന്ന രീതിയിലാണ് മെഴ്സിഡീസ് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് 205 എന്ന് പറയാം. 204 വന്നിട്ടുള്ള മെഴ്സിഡീസ് ബെൻസിനെ ഒരുപാട് വ്യത്യാസപ്പെടുത്തി. സാധാരണ ഫേസ് ലിഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുവരാറ്. ഇപ്പോൾ ഇതൊക്കെ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നതാണ്. പക്ഷേ ഇത് മൊത്തം മാറ്റി മറിച്ചിട്ടാണ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ 2015 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. പിന്നെ ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് കിലോമീറ്റർ പറഞ്ഞാൽ 1,10,000 കിലോമീറ്റർ ഓടിയ വാഹനമാണിത്. പിന്നെ പക്ഷേ റീപ്ലേസ്, ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമ്മളിതിൽ ഇൻറ്റീരിയർ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഫിക്സ്ഡ് പ്രൈസാണ് കേട്ടോ. ഇതിൽ നെഗോസിയേഷൻ ഒന്നും ഉണ്ടല്ലോ, ഒരു ഓഫർ പ്രൈസും കൂടിയാണ് കസ്റ്റമേഴ്സിന്. 14,90,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും ഈ വാഹനം. സിംഗിൾ ഓണർഷിപ്പ് കൂടി വരുന്ന വാഹനമാണ്, അത് ഓർക്കണം. ഇത് ഓൾറെഡി നമ്മൾ NOC മലപ്പുറം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് NOC. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ഇല്ല. ഇപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് വരുന്നത്. മറ്റേ NOCക്കുള്ള ഒരു മാസത്തെ സമയമൊക്കെ സാധാരണ വരാറുണ്ട്. അത് ഈ വാഹനത്തിൽ നമുക്കില്ല. അപ്പോൾ 14,90,000 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പനോരമിക് റൂഫുള്ള അവൻഗാർഡ് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് വരുന്ന മെഴ്സിഡീസ് ബെൻസിൻ്റെ സെയിം മോഡൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് 2015, ഇതും 2015 വാഹനമാണ്. C220 ആണ്, ഫുൾ ഓപ്ഷൻ അവൻഗാർഡ്. ഇത്
ഇട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ. ഇത് കീലെസ് ആണ്, ബട്ടൺ സ്റ്റാർട്ട് വണ്ടിയാണ്. ആ ഒരു ഡിഫറൻസ് ഇത് രണ്ടിലുള്ളുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള ഫീച്ചേഴ്സാണ്. ഇത് വരുന്നത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. പനോരമിക് റൂഫ് ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് പോലും. ഇപ്പോൾ നമ്മൾ ഈ 3 വണ്ടിയിലും ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഒരു ഗ്ലാസ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല. എല്ലാം ഒറിജിനൽ അതേ വർഷത്തിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് അറിയാലോ, 2015 വന്ന വണ്ടിക്കെല്ലാം ഉണ്ട്. പിന്നെ ഇതും നമുക്ക് അതർ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി ഏകദേശം 4 ലക്ഷം രൂപയാണ് 3 വണ്ടികൾക്ക് ഏകദേശം വരുന്ന പ്രൈസ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഇത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇതിന് കിലോമീറ്ററാണ് ഇതിൽ ഒരു അട്രാക്ഷൻ. വെറും 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. അതും ഫുള്ള് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ മെഴ്സഡീസിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 0 to 47 കിലോമീറ്റർ വരെ മെഴ്സഡീസിൽ നിന്ന് മാത്രമേ സർവീസ് ഓതറൈസ്ഡ്, പുറത്തുനിന്നൊന്നും സർവീസ് ചെയ്തിട്ടില്ല. അത്രയും ജെനുവിൻ കിലോമീറ്റർ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിന് നമ്മൾ പ്രൈസ് പ്രതീക്ഷിക്കുന്നത് 18,25,000. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് രണ്ടും തമ്മിലുള്ള പ്രൈസിൽ വളരെ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ഏകദേശം ഒരു 3-4 ലക്ഷം റുപ്യ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കിലോമീറ്റർ. ഇപ്പോൾ എല്ലാം നമ്മൾ ജെനുവിൻ കിലോമീറ്റർ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഇത് കിലോമീറ്റർ ഇച്ചിരി കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഇത് പക്ഷേ ലോ കിലോമീറ്ററാണ്. അപ്പോൾ അതിനുള്ള പ്രൈസ് നമുക്ക് എടുക്കുന്നിടത്തും വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഒറ്റയടിക്ക് നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ളൊരു ഇതിലുണ്ടാവും. ഇത് മോശമല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് 18,25,000 NOCയിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. അത്രയും പ്യുവർ ക്ലീൻ വണ്ടി. അടുത്തൊരു 15,000 വരെ നിങ്ങൾക്ക് ഒന്നും സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ മെഴ്സഡീസിൽ നിന്ന് മാത്രം സർവീസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. അപ്പോൾ ഇത് 3 വാഹനങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഫോട്ടോസൊക്കെ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ ചെയ്തു തരും. മാത്രമല്ല നമ്മൾ ഈ ലൊക്കേഷൻ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതുപോലെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ടൊക്കെ കഴിഞ്ഞിട്ട് മലപ്പുറത്താണ്. ആക്ച്വലി മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ഇത് ലൊക്കേഷൻ വരുന്നത്. അറവൻകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ദൂരക്കാരൊക്കെ വിളിച്ചിട്ടാണ് വരാൻ. ചില കസ്റ്റമേഴ്സ് വിളിക്കാതെ ഇവിടെ എത്താൻ നേരത്തൊക്കെ വിളിക്കും. അപ്പോൾ ഒന്നിട്ട് സ്റ്റോക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തായിരിക്കും. നമുക്ക് ഷോറൂം മീൻസ് ഒരു വീട്ടിൽ ഷോറൂം സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ചില സമയങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ഉണ്ടാവും, 1-2 പേര് ഇവിടെ ഉണ്ടാവും. അഥവാ ചിലപ്പോൾ ഇല്ലാത്ത കേസും വരാറുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് വേണം കസ്റ്റമേഴ്സ് വരാൻ. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഹനം ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് വിളിച്ചിട്ടാണ് വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ഉള്ളത്. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളതിലേക്ക് ഇത് വാഹനം എടുക്കുന്നതിലേക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരിലേക്ക് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.